നമസ്കാരം. ഫസ്റ്റ് ചാനൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. മേൽത്തട്ട് പരിധിക്കും ഉപവർഗീകരണത്തിനുമെതിരെ ദളിത് ആദിവാസി സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരത്തിൽ പ്രതിഷേധ സാഹരം തീർത്തു. പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തത്. KPMS സംസ്ഥാന ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ പ്രതിഷേധ സാഹരം ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടേറിയറ്റ് മുതൽ രാജ്ഭവൻ വരെയായിരുന്നു പ്രതിഷേധ സാഹരം. സംസ്കരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. പക്ഷേ 2006 ശേഷം മഹാത്മാ അയ്യങ്കാളി നടത്തിയ സമര പോരാട്ടം, വിദ്യാഭ്യാസത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, 1.5 വർഷക്കാലം നീണ്ടുനിന്ന ആ വലിയ ഐതിഹാസികമായ സമര പോരാട്ടം, ആ സമര പോരാട്ടം നടത്തിയ ആളുകളുടെ പിന്തുണക്കാരും ഈ സമരത്തിന്റെ പങ്കാളികളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ദളിത് പ്രസ്ഥാനത്തിന്റെ കണ്ണിലുണ്ണിയായ പുന്നല ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ച് നിങ്ങളെ കാണുവാനും നിങ്ങളെ അഭിസംബോധന ചെയ്യുവാനും ഇവിടെ എത്തിച്ചേരും. അതുപോലെ തന്നെ ഈ സംയുക്ത സമിതിയുടെ ചെയർമാൻ KK സുരേഷ് അടക്കമുള്ള പ്രവർത്തകർ ഇവിടെ എത്തിച്ചേരും. കൂലിപ്പണിയും മറ്റു പണികൾ ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മൾ പരിശോധിക്കണം, 54 വിഭാഗങ്ങളുള്ള പട്ടികജാതിക്കാർക്ക് അവർ കിട്ടുന്ന ആനുകൂല്യങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്. നമ്മൾ പരിശോധിക്കണം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഒരു വിഷയം ഈ ഗ്രാന്റ് ലഭിക്കാതെ നമ്മുടെ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം. 2024 ആഗസ്റ്റ് 1-ാം തീയതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 7-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധി പ്രസ്താവം ഉണ്ടായിട്ടുണ്ട്. പട്ടികജാതി വിഭാഗങ്ങളിൽ മേൽത്തട്ട് നിർണ്ണയിക്കുക, സാമ്പത്തികമായ അതിർവരമ്പ് നിർമ്മിച്ചുകൊണ്ട് മേൽത്തട്ടെന്നും കീഴ്ത്തട്ടെന്നുമുള്ള സാമ്പത്തിക അതിർവരമ്പ് നിർമ്മിക്കുക. അതോടൊപ്പം തന്നെ ഉപജാതി സംവരണം നൽകുന്നതിനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്ക് കൈമാറിക്കൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് ഓഗസ്റ്റ് 1-ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത്. എഴുതി ചേർത്ത ഒരു പരിരക്ഷയാണ് സംവരണം. ആ സംവരണത്തെ അട്ടിമറിച്ചുകൊണ്ട് വിവിധ വിധികളും ആ സംവരണത്തെ, ആ പരിരക്ഷയെ അട്ടിമറിക്കുവാനുള്ള ഭരണകൂടത്തിന്റെ ശ്രമങ്ങളും ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിവുള്ള ദളിത് ജനത വിഭാഗമാണ് ഇവിടെ ഒരു കരിങ്കടലായി ഇന്ന് അനന്തപുരിയുടെ പെരുമാറിൽ എത്തിച്ചേർന്നിട്ടുള്ളത്.